ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ലയെയും സംഘത്തെയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയിലെത്തിക്കുന്ന ആക്സിയം 4 ദൗത്യത്തിന്റെ വിക്ഷേപണം നടന്നു. യുഎസിൽ നിന്നുള്ള പെഗ്ഗി വിറ്റ്സൺ, പോളണ്ടിൽ നിന്നുള്ള സ്ലാവോസ് ഉസ്നാൻസ്കി, ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കബു എന്നിവരാണ് ദൗത്യസംഘത്തിലെ മറ്റുള്ളവർ. ബഹിരാകാശ നിലയത്തിൽ 14 ദിവസത്തെ ദൗത്യമാണ് സംഘത്തിനുള്ളത്. കാത്തിരിപ്പിനും അനിശ്ചിതത്വങ്ങൾക്കും വിരാമമിട്ട് ഡ്രാഗൺ പേടകം കുതിച്ചുയർന്നു. ശുഭാംശു ശുക്ലയും സഹയാത്രികരും അടങ്ങുന്ന 4 സംഘത്തെയും വഹിച്ചുകൊണ്ടുള്ള പേടകത്തിന്റെ വിക്ഷേപണം ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ വിജയകരമായി പൂർത്തിയായി. അവസാനഘട്ട പരിശോധനകൾ പൂർത്തിയാക്കിയെന്ന നാസയുടെ അറിയിപ്പിന് തൊട്ടു പിന്നാലെ ഇന്ത്യൻ സമയം 12:01 ആക്സിയം 4 ദൗത്യ സംഘത്തെയും വഹിച്ചുകൊണ്ടുള്ള ഫാൽക്കൺ 9 റോക്കറ്റ് പുറപ്പെട്ടു. വിക്ഷേപണത്തിന് കൃത്യം 5 മിനിറ്റുകൾക്ക് ശേഷം ആദ്യഘട്ടമായ എഞ്ചിൻ കട്ട് ഓഫ് നടന്നു. 12:34 ഡ്രാഗൺ ക്രൂ മൊഡ്യൂൾ വേർപെട്ടതോടെ രണ്ടാം ഘട്ടവും പൂർത്തിയായി. 3, 2, 1, ignition and lift off. For 3 nations, a new chapter in space takes flight. Godspeed AX4. ഭ്രമണപഥത്തിലെത്തിയ ശേഷം ശുഭാംശു ശുക്ല അഭിവാദ്യം ചെയ്തു. നമുക്കൊരുമിച്ച് ഇന്ത്യയുടെ മനുഷ്യ ബഹിരാകാശ പദ്ധതിക്ക് തുടക്കം കുറിക്കാം. ജയ് ഹിന്ദ്, ജയ് ഭാരത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. 28 മണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷമാണ് ഡ്രാഗൺ പേടകം ബഹിരാകാശ നിലയത്തിലെത്തുക. ഇന്ത്യൻ സമയം നാളെ വൈകിട്ട് 4:30 ഡോക്കിംഗ് പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മൈക്രോഗ്രാവിറ്റിയിൽ 60-ലേറെ പരീക്ഷണങ്ങൾ നടത്തുകയാണ് ദൗത്യസംഘത്തിന്റെ ലക്ഷ്യം. ISRO നിർദ്ദേശിച്ച 7 പരീക്ഷണങ്ങൾ ശുഭാംശു ശുക്ല പ്രത്യേകമായും നടത്തും. പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാനായാൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയ സംഘമെന്ന നേട്ടം ആക്സിയം 4 ദൗത്യം സംഘത്തിന് ലഭിക്കും. മോശം കാലാവസ്ഥ, സാങ്കേതിക കാരണങ്ങൾ തുടങ്ങിയവ മൂലം 7 തവണ മാറ്റിവെച്ച ശേഷമാണ് ദൗത്യം വിജയകരമായി വിക്ഷേപിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.